കാര്യം ഞാനൊരു ചെറിയ ഒരു സ്റ്റോറി പറയാം. ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനോട് സ്വാമിക്ക് ഒരിച്ചിരി സ്നേഹം കൂടുതലെന്ന് മറ്റുള്ള ശിഷ്യന്മാർക്ക് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നത് അതെന്താണ്, നമുക്കെന്താണ് കുറവ്, നമ്മളും അദ്ദേഹത്തിന് അത്രയും ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ നിൽക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ ശിഷ്യനോട് ഒരിച്ചിരി ഒരു പണവട സ്നേഹം കൂടുതലാണല്ലോ. അത് അപ്പോൾ ചോദിച്ചു ഗുരുനാഥ, അങ്ങ് അപ്പം അപ്പുറത്ത് ഒരു പുഴയുടെ അപ്പുറത്ത് നിന്ന് എന്തോ കഴുകിക്കൊണ്ട് നിൽക്കുക ഈ ശിഷ്യൻ. ഗുരുനാഥ, ഇത് ഞങ്ങളുടെ അടുത്തുള്ള സ്നേഹത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടല്ലോ ഗുരുനാഥന്. അല്ല അത് അയ്യോ അങ്ങനൊന്നും ഇല്ല അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഗുരുനാഥ്. അപ്പം ശങ്കരാചാര്യർ പറഞ്ഞു, ഇതൊക്കെ കേട്ടറിവാണ്. അവന് എന്നിൽ ഉള്ള വിശ്വാസം വളരെ നിങ്ങളെക്കാളും കൂടുതലാണ്, അതുകൊണ്ടാണ്. അല്ല ഞങ്ങൾക്കും അങ്ങനെ അത്രയും വിശ്വാസമാണ് എന്ന് പറഞ്ഞപ്പോൾ ശങ്കരാചാര്യർ ശിഷ്യ ഇങ്ങ് വരൂ എന്ന് വിളിച്ചപ്പോൾ ഗുരു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങ് നടന്നു വന്നു ആ പുഴയുടെ മേളിൽ കൂടെ. അപ്പോൾ ആ പുഴയുടെ അദ്ദേഹം കാല് വയ്ക്കുന്ന സ്ഥലത്തെല്ലാം ഓരോ പൂക്കൾ വിരിഞ്ഞു എന്നാണ്, താമര വിരിഞ്ഞു, അതിൽ ചവിട്ടിയാണ് അദ്ദേഹം വന്നതെന്നാണ് പറയുന്നത്. അതാ വിശ്വാസമാണ്, ആ ഗുരുവിൻ്റെ മുകളിലുള്ള വിശ്വാസമാണ്. അദ്ദേഹത്തിന് അപ്പം തന്നെ പത്മപാദർ എന്നുള്ള പേരും അദ്ദേഹം ഇട്ടുകൊടുത്തു ശങ്കരാചാര്യർ. അപ്പം അത് വിശ്വാസം. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം രക്ഷിക്കും എന്നാണ് നമ്മൾ കോൺഫിഡൻ്റ്. അവിടെ അങ്ങനെ ക്ലിക്ക് ആവത്തില്ല എന്നങ്ങോട്ട് വിശ്വസിച്ചിട്ട് പാടാൻ വരും. ഇപ്പം പാടിയില്ലേ, മനോഹരമായിട്ട് പാടിയില്ലേ. പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. അമൃത് വേണി ഡാൻഡ്രോക്വിറ്റ്.